അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1302, സൂറത്തു തൗബ 79-80 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. الذين يلمزون المتبعين من المؤمنين في الصدقات. സത്യവിശ്വാസികളിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സ്വയം സന്നദ്ധരായി വരുന്നവരെ ആക്ഷേപിക്കുന്നവരാണ് ആ കപടന്മാർ. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും, സ്വന്തം അധ്വാനമല്ലാതെ മറ്റൊന്നും ദാനം ചെയ്യാൻ കണ്ടെത്താത്തവരെയും അധിക്ഷേപിക്കുന്നവരാണ് ആ കപടന്മാർ. ഫയസ്ഖറൂന മിൻഹും, അങ്ങനെ അവർ വിശ്വാസികളെ പരിഹസിക്കുന്നു. സഖിറല്ലാഹു മിൻഹും, അവരുടെ ആ പരിഹാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുന്നതുമാണ്. ഇസ്തഗ്ഫിർ ലഹും, നബിയെ ആ കപടന്മാർക്ക് വേണ്ടി തങ്ങൾ പൊറുക്കലിനെ തേടുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരിക്കുക. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ, 70 തവണ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ പോലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല തന്നെ. ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അത്രയും വിധത്തിൽ അള്ളാഹു തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചവരാണ് എന്ന കാരണത്താലാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടിക്കൂട്ടത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലാക്കുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞു. കപടന്മാരുടെ മറ്റൊരു മോശമായ നിലപാടിനെ വിശദീകരിക്കുകയാണ് ഇവിടെ. ധാരാളം കുഴപ്പങ്ങൾ ഈ കപടവിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗം കാണിച്ചുകൊണ്ടിരുന്നു. നിരന്തരം ശല്യക്കാരായി മാറുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി കുറെ ദുസ്വഭാവങ്ങൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അതിന്റെ തുടർച്ചയായി മറ്റൊരു ദുസ്വഭാവം പറയുകയാണ് ഇവിടെ. അതെന്താണ്? ദാനധർമ്മങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നവരെ അവർ ആക്ഷേപിക്കും. ദാനധർമ്മങ്ങളായിട്ട് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധഫണ്ടിലേക്കും മറ്റും സംഭാവന ചോദിക്കും. ആ സംഭാവന ചോദിക്കുമ്പോൾ ധാരാളം സംഭാവനകളുമായി വരുന്നവരുണ്ടാകും, വളരെ ചെറിയ തുച്ഛമായ സംഖ്യയുമായി വരുന്നവരുമുണ്ടാകും. അങ്ങനെയാണല്ലോ. കഴിവുള്ളവർ അവരുടെ കഴിവിനനുസരിച്ചും, ഇല്ലാത്തവർ എന്തെങ്കിലും തന്നാലാവുന്നത്, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ തന്നാലാവുന്നത് എന്ന രൂപത്തിൽ എന്തെങ്കിലും ചില്ലറ നാണയത്തുട്ടുകൾ അതുമായിട്ട് അവരും വരും. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും ഇവർ പരിഹസിക്കും, ഈ കപടന്മാരായിട്ടുള്ള ആളുകൾ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. അവര് മുസ്ലിമീങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും നോക്കുകയും അവരെ എങ്ങനെങ്കിലുമൊക്കെ കളിയാക്കാനുള്ള വകുപ്പുണ്ടോയെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവക്കാരാണ്. ഒരു തരം രോഗമാണത്. ആ രോഗമുള്ള ഈ കപടന്മാരായിട്ടുള്ള ആൾക്കാർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തുനിന്ന് സ്വമേധയാ ധർമ്മം ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ, ധാരാളമായി ധർമ്മം ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ, അവരെ ആക്ഷേപിക്കും. അതേപോലെ സ്വന്തം അധ്വാനിച്ച് കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന ചെറിയ വരുമാനം, അതല്ലാതെ മറ്റൊന്നും ധർമ്മം ചെയ്യാനില്ലാത്ത ആ ചെറിയ സംഖ്യയുമായി വരുന്നവർ, അവരെയും അവർ ആക്ഷേപിക്കും. എന്ന് പറഞ്ഞാൽ ഫയസ്ഖറൂന മിൻഹും, ആ രണ്ട് വിഭാഗത്തെയും അവർ പരിഹസിക്കും. കപടന്മാരുടേതായിട്ടുള്ള ദുസ്വഭാവം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ധർമ്മവുമായിട്ട് വരുന്നവരെ അവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യും. അത് കപടന്മാരുടെ ദുസ്വഭാവമാണ്. തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം, ലാ യസ്ലമു അഹദും മിൻ ഐബിഹിം വലബ്സിഹിം അലാ ജമീഇൽ അഹ്വാലി, ഏത് സമയത്തും
അവരുടെ ആക്ഷേപത്തിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. എല്ലാവരും ഒരു കളിയാക്കും. ഇപ്പൊ രണ്ടാലൊന്നല്ലേ ഉണ്ടാവുക, ഒന്നുകിൽ ധാരാളം ധർമ്മം കൊണ്ടുവരിക, അല്ലെങ്കിൽ തീരെ ഇല്ലാണ്ടക്കുക. ഈ ധാരാളം കൊണ്ടുവന്നവരെ ആക്ഷേപിക്കും, വളരെ ചെറിയ സംഖ്യ കൊണ്ടുവന്നവരെയും അവര് കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും. അപ്പൊ ധർമ്മം ചെയ്യുന്നവരും രക്ഷപ്പെടൂല അവരുടെ ഈ ആക്ഷേപത്തിൽ നിന്ന്, വളരെ ചുരുങ്ങിയത് കൊടുക്കുന്നവരും രക്ഷപ്പെടൂല അവരുടെ ആക്ഷേപത്തിൽ നിന്ന്. എന്തിനാണ് അവരെന്താ ചെയ്യാപ്പോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ധാരാളം സമ്പത്ത് ധർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ ഉടനെ അവര് പറയും എന്ത്, അത് ലോകമാന്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്, ഒരിക്കലും അതൊരു ആത്മാർത്ഥമായിട്ട് ഈ യുദ്ധഫണ്ടിലേക്ക് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യണമെന്നല്ല, ആൾക്കാരെ മുന്നിൽ പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്, പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവരികയാണ്, ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി കൊണ്ടുവരികയാണ് എന്നൊക്കെ അവർ കളിയാക്കും. അതേസമയത്ത് വളരെ ചെറിയ സംഖ്യയുമായിട്ട് ആരെങ്കിലും വന്നാലോ, ഇവന്റെ ഈ നക്കാപ്പിച്ചയൊക്കെ അള്ളാഹുവിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവനെയും കളിയാക്കും. അവ ഇത് കപടന്മാരുടെ ഏറ്റവും കടുത്തൊരു ദുസ്വഭാവമാണ്. അതിനെക്കുറിച്ച് അള്ളാഹു താല പറയാണ്, അങ്ങനെ മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ സഖറല്ലാഹു മിൻഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിഹാസത്തിന് പ്രതിഫലം നൽകുന്നതാണ്. അള്ള പരിഹസിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പരിഹാസത്തിന് അള്ളാഹു താല പ്രതിഫലം നൽകുന്നതാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല, ഈ രണ്ടു മഹാന്മാരും ഉദ്ധരിച്ച ഹദീസ് ഇവിടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ധർമ്മം കൊടുക്കണമെന്ന ആ പ്രേരണയുമായി ബന്ധപ്പെട്ട സൂക്തം അവതരിച്ചപ്പോൾ കുന്നാ നഹ്മിലു അലാ ളുഹൂരിന, ഞങ്ങളുടെ മുതുകത്ത് ധാരാളം വസ്തുക്കൾ ചുമന്നു കൊണ്ടുവന്ന് എന്താവും മുത്തനബിന്റെ ഫണ്ടിലേക്ക് സംഭാവനകൾ കൊടുക്കും. അങ്ങനെ ധാരാളം സമ്പത്തുമായി ഒരാൾ വന്നു. ആ ധാരാളം സമ്പത്തുമായി ഒരാൾ വരുന്നത് കണ്ടപ്പോൾ ഈ കപടന്മാർ പറഞ്ഞു, ഹാദാ മുറായിൻ, ആ വരുന്ന ആള് ലോകമാന്യക്കാരനാണ്, അതായത് ആൾക്കാരെ മുന്നിൽ പേരെടുക്കാനും ജനങ്ങളുടെ മുന്നിലും ഇല്ല കുർദിക്കാരനാണെന്ന് പറയിപ്പിക്കാനുമാണ് ആ മനുഷ്യന്റെ വരവ് എന്ന് പറഞ്ഞു. എന്നാൽ വജാ റജുലുൻ, മറ്റൊരാൾ വന്നു, ഫതസദ്ദഖ ബിസാഇൻ, വെറും ഒരു സായ മാത്രം, ഏകദേശം ഒരു 3 കിലോത്തിൽ താഴെ വരുന്ന ഈത്തപ്പഴം മാത്രം അദ്ദേഹം ധർമ്മം ചെയ്തു. ഒരു ഫണ്ടിലേക്ക് ഒരു 2-2.5 കിലോ അല്ലെങ്കിൽ 3 കിലോ ഈത്തപ്പഴം ധർമ്മം ചെയ്തപ്പോ ഫഖാലു, അപ്പൊ ഈ കപടന്മാര് തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയ്യുൻ അൻ സായിഹാദാ, ഇവന്റെ ഈ ഒരു നക്കാപ്പിച്ച സായവാണോ അള്ളാഹുവിന്, അള്ളാഹു അതിൽ നിന്നെല്ലാം ഐശ്വര്യവാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം കൊണ്ടുവന്നവരെയും കളിയാക്കി, വളരെ കുറച്ച് കൊണ്ടുവന്നവരെയും കളിയാക്കിയപ്പോൾ ഫനസലത്ത്, അപ്പോഴാണ് ഇറങ്ങിയത് അല്ലദീന യൽബിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്, സ്വമേധയാ ധർമ്മം കൊടുക്കുന്ന വിശ്വാസികളെ ആക്ഷേപിക്കുന്നവർ, വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും, സ്വന്തം അധ്വാനമല്ലാതെ മറ്റൊന്നും ധർമ്മം ചെയ്യാൻ ലഭിക്കാത്ത സാധുക്കളായിട്ടുള്ള ആൾക്കാർ, അവരെയും പരിഹസിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, അവർക്ക് അല്ലാഹു തആല പരിഹാസത്തിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകുന്നതാണ്, വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇതിന്റെ പശ്ചാത്തല സംബന്ധമായി വിശദീകരിച്ചത് കാണാം. ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? തഫ്സീർ ഖാസിനിലടക്കം ഇബ്നു കസീറിലടക്കം എല്ലാ തഫ്സീറിലും അത് നമുക്ക് അതിന്റെ വിവിധ റിപ്പോർട്ടുകൾ കാണാം. അതിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മറ്റും പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സ അല സദഖ, ധർമ്മം കൊടുക്കാൻ, യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ, പ്രത്യേകിച്ചും തബൂക്ക് യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ആ തബൂക്കിലേക്ക് പോകുന്നതിന് വളരെ സാമ്പത്തികമായിട്ടുള്ള സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ധർമ്മം കൊടുക്കാൻ പ്രേരണ നൽകി. അപ്പോൾ ഫജാ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ ബിഅർബഅത്തി അലാഫി ദിർഹം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 4000 ദിർഹമുമായിട്ട് വന്നു. 4000 ദിർഹം അന്നത്തെ വലിയൊരു സംഖ്യയാണ്. ആ വലിയ സംഖ്യയുമായിട്ട് യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി വന്നു. വഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, മാലി 8000 ദിർഹം, എന്റെ മൊത്തം സ്വത്ത് 8000 ദിർഹമാണ്. ജിഅ്തുക ബിഅർബഅത്തി അലാഫിൻ ഫജ്അൽഹാ ഫീ സബീലില്ലാഹ്, അതിൽ 4000 ഞാൻ, അഥവാ നേരെ 50% ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു, അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തങ്ങൾ എടുക്കണം. വാംസക്തു 4000 ഇയാലി,
എന്റെ ആശ്രിതർക്ക് വേണ്ടി 4000 ദിർഹം ഇത്ര തന്നെ സംഖ്യ ഞാൻ മാറ്റിവെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറകല്ലാഹു ലക ഫീമാ അതൈത വഫീമാ അംസക്ത, നീ നൽകിയതിലും നീ പിടിച്ചുവെച്ചതിലും അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി ദുആർന്നു. ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ഫബാറകല്ലാഹു ഫീ മാലി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിൽ അല്ലാഹു തആല ബർക്കത്ത് അങ്ങ് കൊടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ടവർ വഫാത്താവുന്ന സമയത്ത് 4 ഭാര്യമാര് തനിക്കുണ്ടായിരുന്നു. ആ 4 ഭാര്യമാർക്കും കൂടെ ആകെ സ്വത്തിന്റെ 8-1 ലഭിക്കുക. എന്നാൽ ആ 8-1 ലഭിച്ചപ്പോ തന്നെ 4 ഓരോരുത്തർക്കും 80,000 ഓരോരുത്തർക്കും എന്തുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തർക്കും 80,000 ദിർഹം ഉണ്ടാകാൻ മാത്രം. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും 80,000 ദിർഹം എന്ന് പറഞ്ഞാൽ 4 ഭാര്യമാരുണ്ടാവുമ്പോ എത്രങ്ങാനും ദിർഹമായി ആലോചിച്ച് നോക്കൂ. അത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായിട്ടാരും മാറി. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറി. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അത്ഭുതം തന്റെ ജീവിതത്തിലുണ്ടായി. ആ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം എല്ലാ നന്മയുടെ വഴിയിലേക്കും കൊടുത്തു. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ ആഖിറത്തിൽ കൂലി ലഭിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടും തന്നെയാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെയൊക്കെ ചെയ്തത്. അതേപോലെ തന്നെ മറ്റൊരു സഹാബി ആസിം ഇബ്നു അദിയുൽ അജ്ലാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം 100 വസ്ക് ഈത്തപ്പഴം, വലിയൊരു സംഖ്യക്കുള്ള ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. അപ്പൊ ഇത് രണ്ടും കണ്ടപ്പോ വലിയ മാർജിനിലുള്ള സംഖ്യയാണല്ലോ. ഈ വലിയ സംഖ്യ കൊണ്ടുവന്നവരെ കണ്ടപ്പോ കപടന്മാര് പരിഹസിച്ചു, ഇവര് ആൾക്കാരുടെ മുന്നിൽ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് ഇவ்விധത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഇത്രയും വലിയ സംഖ്യ. എന്നാൽ വജാ അബു അഖീൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബു അഖീൽ എന്ന് പറയുന്ന മദീനക്കാരനായ സഹാബി വന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെയുള്ളത് എന്താ, ബിസാഇബ് ബിൻ തംരിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ സാഴ്. ഒരു സാഴ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.25 കിലോ അല്ലെങ്കിൽ 3 കിലോയുടെ താഴെ, 3 കിലോയുടെ താഴെയുള്ള ഈത്തപ്പഴം ഒരു സഞ്ചിയിലിട്ട് അതുമായിട്ട് അദ്ദേഹം വന്നു. അബു അഖീൽ റളിയല്ലാഹു അൻഹു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ ഇന്നലെ രാത്രി കൃഷിക്ക് വെള്ളം നനക്കുക എന്ന് പറയുന്ന ഒരു ജോലിക്ക് പോയിട്ട് കൂലിയായിട്ട് എനിക്ക് 2 സാഴ് കിട്ടി. ഇന്ന് രാവിലെ 2 സാഴ് കിട്ടി. അതിൽ ഒരു സാഴ് എന്റെ കുടുംബത്തിന് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു, ബാക്കി ഒരു സാഴായിട്ട് ഞാനിങ്ങ് വന്നതാണ്, ഇത് തങ്ങൾ സ്വീകരിക്കണം. അതായത് എന്റെ കയ്യിൽ ആകെ തരാൻ ഇതേ ഉള്ളൂ, നാണയത്തുട്ടുകളെ എന്റെ കയ്യിലുള്ളൂ. ഈ മഹത്തായ പ്രവർത്തനത്തിലേക്ക് എന്നെ കൊണ്ടാകുന്നത് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഞാനിത് തരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂ അഖീൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. തന്റെ ആ ഫണ്ടിൽ ലഭിച്ചിട്ടുള്ള സമ്പത്തിന്റെ കൂട്ടത്തിലേക്ക് അബൂ അഖീൽ റളിയല്ലാഹു അൻഹു നൽകിയ ഏതാനും ഈ ഈത്തപ്പഴവും അതും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോ ആദ്യത്തേത് കണ്ടപ്പോൾ ധാരാളം കൊടുത്തപ്പോ ചീപ്പ് പോപ്പുലാരിറ്റിക്കാണ് എന്ന് കളിയാക്കിയ ആൾക്കാര്, കപടന്മാർ, ഒരു സാവുമായിട്ട് വന്ന ആളെ കണ്ടപ്പോ ഈ ദാരിദ്ര്യവാസിയുടെതൊക്കെ ആർക്ക് വേണം, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇതിനൊന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറഞ്ഞ സംഭാവനയും കളിയാക്കി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഒരു സംഗതിയാണ് എന്ത്, ഈ കപടന്മാരായിട്ടുള്ള ആളുകള് സ്വമേധയാ ധാരാളം ധർമ്മം ചെയ്യാൻ മുന്നോട്ട് വരുന്നവരെയും അതേപോലെ തന്നെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമല്ലാതെ മറ്റൊന്നും കയ്യിൽ ധർമ്മം ചെയ്യാൻ ഇല്ലാത്ത സാധുക്കളെയും അവർ കളിയാക്കുന്നു. എന്നാൽ ആ കളിയാക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അവർക്ക് നൽകുക തന്നെ ചെയ്യും, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയുണ്ടായി എന്ന് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നു. ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകളെല്ലാം ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കപടന്മാരുടേതായിട്ടുള്ള ദുസ്വഭാവം എന്തുമാത്രം വൃത്തികെട്ട സ്വഭാവമാണ്, എന്തൊരു വലിയ ശല്യമാണ് വാസ്തവത്തിൽ അവർ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അല്ലാഹു തആല ആ കപടന്മാരെ അർഹമായ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആ ശിക്ഷയുടെ ഒരു സാമ്പിൾ പോലെ അല്ലാഹു പറയാണ്, ഇസ്തഗ്ഫിർ ലഹും, നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, ഔലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരിക്കുക. തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാലും തേടിയില്ലെങ്കിലും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നർത്ഥം.
ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ 70 തവണ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അവരുടെ ദോഷം പുറത്തു കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല തന്നെ ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുണ്ട്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീൻ. നബിയെ തങ്ങൾക്ക് വേണ്ടിയും സത്യവിശ്വാസികൾക്ക് വേണ്ടിയും പൊറുക്കലിനെ തേടണം കേട്ടോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പൊറുക്കലിനെ തേടുക ഉമ്മത്തിന് വേണ്ടി എന്നത്. ആ പൊറുക്കലിനെ തേടുക എന്ന പണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്ത് കാലത്ത് ചെയ്തിട്ടുണ്ട്. വഫാത്തിന് ശേഷം ഇപ്പോഴും തങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹയാത്തി ഖൈറുൽ ലക്കും, ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എന്റെ ജീവിതം നിങ്ങൾക്ക് ഗുണമാണ്, വമമാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഗുണമാണ്. അതെങ്ങനെ ജീവിതം ഗുണമാണ് എന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും തങ്ങളുമായി ബന്ധം പുലർത്താനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞത് വലിയ സൗഭാഗ്യമാണ്. അതേസമയത്ത് മരണം എങ്ങനെ ഗുണമാകും എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി തങ്ങൾ പറഞ്ഞു, തുഅറളു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടും. ഞാൻ വഫാത്തായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെടും. അഥവാ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. നിങ്ങളുമായുള്ള കണക്ഷൻ നിരന്തരം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ നൽകുമ്പോൾ ഇദാ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, നിങ്ങൾ വല്ല നന്മയും ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, നിങ്ങളുടെ പ്രവർത്തനം എനിക്ക് കാണിക്കപ്പെടുമ്പോൾ അതിൽ നല്ല കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ ഹമിത്തുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. അതേസമയത്ത് വൈദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾ വല്ല ചീത്തയും ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടാലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. അതുകൊണ്ട് വഫാത്തിന് ശേഷവും ഈ ലോകത്തുനിന്ന് ഞാൻ പിരിഞ്ഞു പോയതിനു ശേഷവും എന്നെക്കൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ആ തെറ്റുകുറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപമോചനത്തിനു വേണ്ടി, അഥവാ തങ്ങളൊന്ന് പൊറുക്കലിനെ തേടിക്കിട്ടാൻ വേണ്ടി തങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതാണ് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദീ ഖൈറൻ നബീ. കയ്യും കണക്കുമില്ലാതെ തെറ്റുകുറ്റങ്ങളെന്ന വാഹനത്തിന്റെ പുറത്ത് സഞ്ചരിച്ച് യാത്ര ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് തങ്ങളോട് ആവലാതി പറയുന്നു, നബിയെ ഇതൊക്കെ ഒന്ന് എനിക്ക് പുറത്തു കിട്ടണം. അത് തങ്ങളുടേതായിട്ടുള്ള റെക്കമെൻഡ് വേണം, അഥവാ തങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. നമ്മൾ പറയാതെ തന്നെ റസൂലുള്ള പൊറുക്കലിനെ തേടും എന്ന് തങ്ങളുടെ പ്രോമിസ് ഉണ്ട്. പൊറുക്കലിനെ തേടണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. അപ്പൊ പിന്നെ ആ സംഗതി ഒന്ന് ത്വരിതപ്പെടുത്താൻ നമ്മൾ ആവശ്യക്കാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുക എന്ന സംഗതിയാണ് ഇസ്തകബത്തുലുള്ളത്. അതിൽ വരെ ശിർക്ക് മണക്കുന്ന ചില സാധുക്കൾ, അള്ളാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഏതായാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. എന്നാൽ ആ വിശ്വാസത്തിന്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിൽ വിശ്വാസമുള്ള കപടന്മാരും ഇതിന്റെ ഗുണഫലം അനുഭവിക്കാൻ വേണ്ടി നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാലും ഇനി സ്വമേധയാ തങ്ങൾ പൊറുക്കലിനെ തേടിയാലും കപടന്മാരായ ആളുകൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അപ്പൊ കാപട്യം മനസ്സിലില്ലാത്തവർക്ക് മുത്തുനബിന്റെ പൊറുക്കലിനെ തേടലുകൊണ്ട് വലിയ നേട്ടമുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇൻ തസ്തഗ്ഫിർ ലഹും, ഇസ്തഗ്ഫിർ ലഹും, തങ്ങൾ അവർക്കൊണ്ട് പൊറുക്കലിനെ തേടിക്കോളൂ, അവരെ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടണ്ട. തേടിയാലും തേടിയില്ലെങ്കിലും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ, 70 തവണ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല. 70 തവണ എന്ന് പറഞ്ഞാൽ 71 പൊറുക്കുന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ധാരാളം തവണ പൊറുക്കലിനെ തേടിയാലും അല്ലാഹു പൊറുക്കുകയില്ല. അവരെ അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ദാലിക, എന്തുകൊണ്ടാണ് അവർക്ക് പൊറുക്കൂല എന്ന് പറയുന്നത്? ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചു എന്ന കാരണം കൊണ്ടാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടിക്കൂട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലാക്കുകയില്ല.
അതുകൊണ്ട് കാപണ്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.